Friends. അപ്പച്ചൻ ഇത്ര രാവിലെ തന്നെ എങ്ങോട്ടാ ഈ പോയത്? പഴയ സുഹൃത്തുക്കളെല്ലാം അവരുടെ വായനശാലയിൽ ഒത്തുകൂടുന്നുണ്ട്. 2 ദിവസമായി ആ ഒരു ത്രില്ലിലായിരുന്നു. ക്ലാസ്മേറ്റ്സ് ആണോ അതോ? അതെ, കോളേജ് പഠനകാലത്ത് ഒരേ മുറിയിലായിരുന്നു അവർ താമസിച്ചതത്രേ. അതിലേറ്റവും രസം, പലരും പരസ്പരം കണ്ടിട്ട് 50 വർഷത്തിലും മേലെയാകുന്നു. എന്റെ കർത്താവേ, 50 വർഷോ? അതെ മോളെ. അപ്പോ ഇന്നിനി രാത്രി പ്രതീക്ഷിച്ചാൽ മതിയായിരിക്കും അല്ലേ? ആ മരുന്ന് കഴിക്കാൻ ഉച്ചയ്ക്ക് ഇങ്ങ് വന്നാ മതിയായിരുന്നു. എനിക്ക് ഈ അപ്പച്ചൻ കാറും എടുത്തോണ്ട് പോകുമ്പോ സത്യം പറഞ്ഞ പേടിയാ. പിന്നെ എനിക്കോ, ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞൊക്കെ നോക്കി. വേറൊന്നും അല്ലമ്മച്ചി, പ്രായം കൂടി വരികയല്ലേ. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇനി 50 വർഷം കൂടെ എനിക്ക് കാർ ഓടിക്കാൻ പറ്റൂന്നാ. ഈ അപ്പച്ചന്റെ ഒരു കാര്യം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഗ്രാൻഡ്പയെ കണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഗ്രാൻഡ്പ കാറിലായിരുന്നു. പോരാത്തതിന് പതിവില്ലാത്ത സ്പീഡും. സ്പീഡോ? ഗ്രാൻഡ്പയോ? ഇന്ന് ഗ്രാൻഡ്പയുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വായനശാലയിൽ കൂടുന്നുണ്ട്. അവരെ കാണാനുള്ള തിടുക്കത്തിലായിരിക്കും വേഗത്തിൽ പോയത്. ആണോ? അവർ സ്റ്റഡി ടൂർ പോയ കഥകളൊക്കെ ഗ്രാൻഡ്പ ഇന്നലെ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. ഹോ, എന്ത് രസമായിരുന്നു അത് കേൾക്കാൻ തന്നെ. അപ്പോൾ പോയ അവർ എത്രമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ടാവും. നമുക്കും ഒരിക്കൽ സ്റ്റഡി ടൂർ പോകണം. എന്തിനാ ഒരിക്കലാവുന്നത്? നമ്മൾ എല്ലാവരും ഫ്രീ അല്ലേ? അടുത്ത ദിവസം തന്നെ പോയാലെന്താ? അതെ, അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലപ്പുഴയിലുള്ള ഗ്ലാസ് ഫാക്ടറിയിലേക്ക് ഒന്ന് പോയാലോ? അതല്പം ദൂരല്ലേ? പക്ഷേ പഠിക്കാൻ ഒത്തിരി ഉണ്ടാവും റോമിക്സ്. എങ്കിൽ പിന്നെ നമുക്ക് അത് സെലക്ട് ചെയ്താലോ? പക്ഷെ നമ്മള് എങ്ങനെ അവിടം വരെ പോകും? അത് നമുക്ക് ഗ്രാൻഡ്പയുടെ കാറിൽ പോകാമല്ലോ. ഇത്രയും ദൂരോ? അത് നമുക്ക് നാളെ ആലോചിക്കാം റോമിക്സ്. അതെ, എല്ലാവരും പെർമിഷനൊക്കെ വീട്ടിൽ നിന്ന് സംഘടിപ്പിക്ക്. ഇന്നലെ കൂട്ടുകാരെല്ലാം വന്നു പോയായിരുന്നല്ലേ? അതെ തോമസേ, തിരക്കുകൾ കാരണം അക്കാര്യം തോമസിനെ അറിയിക്കാൻ പറ്റിയില്ല. ഞാനും അല്പം തിരക്കിലായിരുന്നു. രാത്രി വന്നപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അവർ 8 പേരുണ്ടായിരുന്നു തോമസേ. നീണ്ട 50 വർഷങ്ങൾക്ക് ശേഷം. ഓ ജീസസ്! അപ്പോ എല്ലാവരും വലിയ സന്തോഷത്തിലായി കാണുമായിരിക്കുമല്ലോ. മനസ്സിനും ചിന്തയ്ക്കും 50 വർഷം ചെറുപ്പം കിട്ടുക എന്നത് നിസ്സാര കാര്യമാണോ തോമസേ? ഇപ്പോൾ ആളാകെ മാറി ചെറുപ്പക്കാരനായല്ലോ. അതൊക്കെ പോട്ടെ, തോമസിന്റെ ഡ്രൈവിംഗ് പഠനം എവിടെ വരെയായി? ഓ, അതെന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഓ, എന്തെല്ലാം കാര്യങ്ങളാ ആ ഇരിപ്പി ചെയ്യേണ്ടത്. ക്ലച്ച്, ഗിയർ, ബ്രേക്ക്. അപ്പോൾ ഈ കണ്ട ജനങ്ങളെല്ലാം ഓടിക്കുന്നതോ? അതെ, അതാണ് എനിക്കിപ്പോ ഒരു അതിശയം. ഈ തോമസിന്റെ ഒരു കാര്യം. അച്ചായ ലൈസൻസ് എടുത്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും ഒരേ ദിവസമാ തോമസ് എനിക്ക് കിട്ടിയത്. എന്റെ കർത്താവേ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അച്ചായൻ ഡ്രൈവിംഗ് പഠിച്ചായിരുന്നോ? പിന്നല്ലാതെ. അപ്പോ എന്റെ അടുത്ത് പ്രായമുണ്ടല്ലേ അച്ചായന്റെ ഡ്രൈവിങ്ങിന്? വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഓ, അതിശയം തന്നെ. തോമസേ, ഞാനെന്നാ വീട്ടിലോട്ട് ചെല്ലട്ടെ. ഇന്നലെയും മരുന്ന് മുടങ്ങി.
അകത്തുണ്ടപ്പച്ചാ. ഇന്ന് ലൈസൻസ് എടുക്കാതെയാണോ കാറ് എടുത്തു പോയത്? കർത്താവേ, ആണല്ലേ? അത് പുതുക്കേണ്ട ഡേറ്റ് ആയിരുന്നു. ഞാനത് പേഴ്സിൽ വെക്കാൻ മറന്നതാ. എന്നിട്ട് പേഴ്സോ? അതെടുക്കാനും മറന്നു. വലിയ കുഴപ്പമില്ല. ആ മരുന്നിങ്ങ് കൊണ്ടുവാ. കയ്യോടെ അതങ്ങ് കഴിച്ചേക്കാം. അക്കാര്യം ഞാനും മറന്നു. അപ്പോ എല്ലാം ടാലി ആയില്ലേ? വാങ്ങിയ മരുന്നും തീരാറായി. 2 ദിവസത്തേക്കേ കാണൂ. ആ, അത് ഞാൻ ടൗണിൽ പോകുമ്പോ വാങ്ങാം. ശരി, ഞാൻ എന്നാ മരുന്ന് എടുത്തോണ്ട് വരാം. വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ അത്ര പാടുണ്ടെന്ന് തോന്നുന്നില്ല. അത് ശരിയാ. സ്റ്റഡി ടൂർ ആണെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രയാസമുണ്ടാവില്ല. അത് ശരിയാ. ഏതായാലും ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കാം. അത് ശരിയാ. ആ, അത് ശരിയാ. ഇതൊരു മാതിരി ആരാണ്ട് കീ കൊടുത്തു വെച്ച പോലെ ആയി. അത് ശരിയാ, ഞാൻ പറയാൻ വരുമായിരുന്നു. അടുത്താള് വന്നു. ഇവിടെ എന്തെങ്കിലും ശരിയല്ലാത്തതുണ്ടോ? ഉണ്ട്. അത് എന്നെ പറ്റിയല്ലേ പറഞ്ഞത്? അത് മാത്രല്ലടാ, വേറെന്തോ കൂടി ശരിയാവാനുണ്ട്. സ്റ്റെഫി പറഞ്ഞോളൂ. നമ്മുടെ യാത്ര. അത് കാറിലങ്ങ് പോയാൽ പ്രശ്നം തീരില്ലേ? പക്ഷെ ഗ്രാൻഡ് പൈ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യോ? എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാകുന്നു. ഇത്രയും നാളും ഇല്ലാതിരുന്ന ഈ ഭയം ഇപ്പോൾ ഇത് എവിടുന്നാ വന്നേ? അതെ, ഞാൻ ഏതായാലും പറഞ്ഞതേ ഉള്ളൂ. ശരി, ഇനി എന്താ നമ്മുടെ പ്ലാൻ? ഇനി എന്ത് പ്ലാൻ? വീട്ടിൽ ചെല്ലുന്നു, കാര്യം അവതരിപ്പിക്കുന്നു, പെർമിഷൻ വാങ്ങുന്നു, യാത്ര തിരിക്കുന്നു. ശരിയാ, ഇന്നലെ നമ്മൾ ആരും തന്നെ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞില്ലല്ലോ. ഓക്കെ, എന്നാ നമുക്ക് പിരിഞ്ഞാലോ? ഇനിയും താമസിച്ചാ ശരിയാകില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇന്നെന്താ പ്രിൻസ് മോനെ, പതിവിലും താമസിച്ചല്ലോ? അത് മമ്മി, ഞാൻ ഗ്രാൻഡ്പയുടെ പഴയ കഥയൊക്കെ എല്ലാവരോടും പങ്കുവച്ചു. കൂട്ടത്തിൽ അവർ നടത്തിയ സ്റ്റഡി ടൂറിന്റെ കാര്യവും പറഞ്ഞു. അതു കേട്ടപ്പോൾ മുതൽ എല്ലാവരും സ്റ്റഡി ടൂറിന് പോകണമെന്ന് പറഞ്ഞ് വലിയ ബഹളം. അതിന്റെ കുറച്ചു കാര്യങ്ങൾ പറയുകയായിരുന്നു. അതാ ഇത്രയ്ക്ക് താമസിച്ചത്. ആഹാ, എവിടെ പോകാനാ നിങ്ങളുടെ പ്ലാൻ? ഒത്തിരി ഓപ്ഷൻസ് വന്നു. അവസാനം ആലപ്പുഴയിലെ ഗ്ലാസ് ഫാക്ടറിയിൽ പോകാമെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അത് നല്ല ദൂരാണല്ലോ പ്രിൻസ് മോനെ. അതെ, അതൊരു പ്രശ്നമായിരുന്നു. അതിന് പോംവഴി കണ്ടെത്തിയോ? ഗ്രാൻഡ്പയോടൊപ്പം കാറിൽ പോയാൽ ആ പ്രശ്നം തീരില്ലേ? ഇത്രയും ദൂരമോ? അവരും ഇത് തന്നെയാ മമ്മി പറഞ്ഞത്. എന്നിട്ട് ഇക്കാര്യം ഗ്രാൻഡ്പയോട് പറഞ്ഞിരുന്നോ? ഇല്ല മമ്മി. ഗ്രാൻഡ്പ മുറിയിൽ കാണും. എല്ലാം തീരുമാനിക്കുന്നതിന് മുമ്പ് ഗ്രാൻഡ്പയോടൊന്ന് പറഞ്ഞേക്ക്. ശരി മമ്മി. ഗ്രാൻഡ്പാ. ആ, പ്രിൻസ് മോനെ വാ. എന്തോ കാര്യം ചോദിക്കാനുള്ളത് പോലെ. ഉണ്ട് ഗ്രാൻഡ്പാ. ഞങ്ങളൊരു സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല, എവിടേക്ക് പോകാനാ പരിപാടി? ആലപ്പുഴയിലെ ഗ്ലാസ് ഫാക്ടറി.
എക്സലെന്നോ മറ്റോ ആണെന്നാ തോന്നുന്നത് അതിന്റെ പേര്. ഗ്രാൻഡ്പയ്ക്ക് ഇത് അറിയാമോ? പിന്നെ എന്റെ ഒട്ടനവധി സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരായിരുന്നു. അവിടേക്ക് പോകാനാ ഗ്രാൻഡ്പ ഞങ്ങളുടെ പരിപാടി. പറ്റുമെങ്കിൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം പോകണമെന്നാ ഉദ്ദേശിക്കുന്നത്. ആണല്ലേ? ഗ്രാൻഡ്പ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും കാറിൽ പോകാമായിരുന്നു. പ്രിൻസ് മോനെ, ആ ഫോണൊന്ന് എടുത്തേ. മമ്മി അല്പം തിരക്കില്ല. ശരി മമ്മി. ഹലോ പ്രിൻസേ, ആടമാ. എന്താ ആദം? അത് പോകുന്നതിന് സാങ്ഷനൊക്കെ കിട്ടി. പക്ഷേ പിന്നെന്താ ആദം ഒരു പക്ഷേ? പ്രിൻസേ, ഗ്രാൻഡ്പയുടെ കൂടെ അത്രയും ദൂരം. പക്ഷെ നമ്മളെപ്പോഴും ഗ്രാൻഡ്പയുടെ കൂടെ യാത്ര ചെയ്യുന്നതല്ലേ, പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഒന്നുമില്ല, ഒരു ചെറിയ ഭയം പോലെ. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണ്ടേ? പിന്നെ തിരിച്ചും. പ്രിൻസ് ഈ കാര്യം ഗ്രാൻഡ്പയോട് സൂചിപ്പിച്ചോ? ഞാൻ ഈ കാര്യം ഗ്രാൻഡ്പയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആദം വിളിച്ചത്. പറഞ്ഞല്ലേ? പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗിൽ വിശ്വാസക്കുറവാണല്ലേ? അത് പിന്നെ പ്രിൻസേ, ഒന്നും തോന്നരുതേ, എനിക്കല്പം വിശ്വാസക്കുറവുണ്ട്. ആരായിരുന്നു മോനെ? അത് നമ്മുടെ ആദമായിരുന്നു ഗ്രാൻഡ്പ. ആദത്തിന് കൂടെ വരാനുള്ള പെർമിഷൻ കിട്ടിയോ? അതു കിട്ടി. പക്ഷേ ഹലോ പ്രിൻസേ, ഇത് ഞാനാ, സ്റ്റെഫി. പ്രിൻസേ, ഇത് ഞാനാടാ, റോമിക്സ്. രണ്ടു മൂന്ന് ഫോൺ കോൾസ് വന്നല്ലോ. ആരായിരുന്നു? അവരായിരുന്നു മമ്മി. നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തോ? അത് പറയാനല്ല മമ്മി അവർ വിളിച്ചത്. പിന്നെ? ആലപ്പുഴയ്ക്ക് ഒരുപാട് ദൂരമുണ്ടല്ലോ. ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗിൽ അവർക്കൊരു വിശ്വാസക്കുറവ്. പ്രിൻസ് ഗ്രാൻഡ്പയോട് യാത്ര പോകുന്ന കാര്യം പറഞ്ഞു കാണുമല്ലോ, അല്ലേ? പറഞ്ഞു മമ്മി. ശോ, ഇതിപ്പോ ഗ്രാൻഡ്പയ്ക്ക് വിഷമാകുമല്ലോ പ്രിൻസ് മോനെ. ഇവർക്ക് അങ്ങനെ ഒരു ഭയമുണ്ടാകുമെന്ന് ഞാനും ഓർത്തില്ല. ഏതായാലും മോൻ ഗ്രാൻഡ്പയോട് കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞേക്ക്. ശരി മമ്മി. അതിന് പ്രിൻസ് മോൻ എന്തിനാ വിഷമിക്കുന്നത്? ഗ്രാൻഡ്പയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ. മാത്രമല്ല, നമ്മളൊന്നും പ്ലാൻ ചെയ്തുമില്ല. എന്നാലും അവർ ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗിന് അവിശ്വസിച്ചില്ലേ? ഇങ്ങനെ വിഷമിക്കാൻ ഇതൊക്കെ ഒരു കാരണമാണോ പ്രിൻസ് മോനെ? ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഗ്രാൻഡ്പ. നമുക്ക് അവരെ ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗ് സ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ പ്രിൻസേ? ഉണ്ട് ഗ്രാൻഡ്പ, ഇതെന്റെ അഭിമാന പ്രശ്നമാ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗിൽ വിശ്വാസക്കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫിലിം കാണാൻ ടൗണിൽ പോവുകയാണ്. ഹായ്. സത്യം? ഞാൻ റെഡി. പക്ഷേ നമ്മളെല്ലാവരും കാറിലാണേ പോകുന്നത്. ആർക്കെങ്കിലും താല്പര്യക്കുറവുണ്ടോ? ഒരു താല്പര്യക്കുറവില്ല. എന്നാ നമുക്കിറങ്ങാം, വാ. ഏത് വഴി പോകാനാ ഗ്രാൻഡ്പ? നമുക്ക് ആ വായനശാലയുടെ വഴി പോകാം. എന്താ? അയ്യോ, അത് വേണ്ട ഗ്രാൻഡ്പ. എന്റെ ട്യൂഷൻ സെന്റർ അവിടെയാ. ട്യൂഷന് പോകാതെയാ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നേ.
എന്നാൽ മാർക്കറ്റിന്റെ സൈഡിലൂടെ പോയാലോ? അയ്യോ, അതൊട്ടും വേണ്ട. എന്റെ കസിൻ ജോർജ് ആ പരിസരത്ത് എപ്പോഴും കാണും. അവനെങ്ങാനും കണ്ടാ പിന്നെ കാറിൽ അവനെ കൊണ്ട് പോവേണ്ടി വരും. നമുക്ക് സ്കൂളിന്റെ അടുത്തൂടെ പോവാം. അതൊട്ടും വേണ്ട. ആ വഴിയിലൂടെ കാർ ഓടിച്ചു പോകാൻ ഭയങ്കര പാടാ. എനിക്കിപ്പോ ഒരു പഴയ കഥയാ ഓർമ്മ വരുന്നത്. ഞാനതൊന്ന് പെട്ടെന്ന് പറയാം, നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിക്കൽ ഒരു ദേശത്ത് സ്ഥലം മാറി ഒരു പുതിയ വൈദികൻ വന്നു. അദ്ദേഹം ശാന്തനും സൗമ്യനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ആ നാട്ടുകാർ കഴിവില്ലാത്തവനായി മുദ്രകുത്തി. തന്നെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അടുത്ത ഞായറാഴ്ച വൈദികൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു എന്നൊരു വാർത്ത അവിടെ പരന്നു. തൻ്റെ സമീപത്തെത്തിയവരോട് അടുത്ത ആഴ്ച താൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ദിവസം വന്നെത്തി. സിമിത്തേരിയിലെത്തിയ അദ്ദേഹത്തെ ഒട്ടനവധി ആളുകൾ അനുഗമിച്ചു. ഒരു കുഴിമാടത്തിന്റെ മുൻപിൽ വൈദികൻ വന്നു നിന്നു. കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഒരാൾ വൈദികന്റെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു: അച്ഛൻ, ഞങ്ങളുടെ വല്യപ്പനെ ഉയർപ്പിക്കരുതേ. ഞങ്ങൾ വളരെ കാലം കാത്തിരുന്നിട്ടാണ് വല്യപ്പനൊന്നും മരിച്ചു കിട്ടിയത്. ഇനി അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഞങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടാകും. വൈദികൻ പിൻവാങ്ങി മറ്റൊരു കബറിടത്തിലേക്ക് നീങ്ങി. അപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തെ സമീപിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു: എന്റെ മേഴ്സി മരിച്ചു. അന്നെനിക്ക് വലിയ ദുഃഖം തോന്നിയിരുന്നു. എങ്കിലും ഇപ്പോൾ അവളെ ഉയർപ്പിക്കരുതേ. ഞാൻ മറ്റൊരു വിവാഹത്തിന് വാക്ക് കൊടുത്തുപോയി. വൈദികൻ അത്ഭുതം പ്രവർത്തിക്കാനുള്ള അവസരം വീണ്ടും നഷ്ടമായി. ഇപ്രകാരം ആളുകളുടെ ഇടപെടലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ കഴിവുകൾ പുറത്തെടുക്കാതെ തന്നെ ആ വൈദികൻ അവർക്ക് സ്വീകാര്യനായി. ഈ കഥയിലെ വൈദികനും ഗ്രാൻഡ്പയും ഏകദേശം നല്ല സാമ്യമുണ്ട്. ശരിയാ, ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗിൽ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അത് തെളിയിക്കാൻ ഗ്രാൻഡ്പ മുൻകൈ എടുത്തപ്പോ ഞങ്ങളത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു മുടക്കി. ശരിയാ, അവിടുത്തെ ജനങ്ങൾ വൈദികനെ അവിശ്വസിച്ച പോലെ ഞങ്ങൾ ഗ്രാൻഡ്പയെ അവിശ്വസിച്ചത് വലിയ ബുദ്ധിശൂന്യതയായി പോയി. സോറി ഗ്രാൻഡ്പ. സോറി ഗ്രാൻഡ്പ. സാരമില്ല മക്കളെ, ഇതൊരു കഥയില്ലാ കഥയായിരുന്നെങ്കിലും ആശയം പകരുന്ന ഒന്നായിരുന്നു. പുനരുദ്ധാനവും ജീവനുമാകേണ്ട യേശുവിന് ഇന്ന് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അന്ന് ജനിക്കാൻ ഇടം കിട്ടിയില്ല. ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ ഉയർക്കാനും അവസരമില്ല.